കുറേ നാളായിട്ട് തേങ്ങാച്ചോറ് കഴിക്കണമെന്ന് ഒരാഗ്രഹം തോന്നി. അങ്ങനെ ഒരുപാട് നാൾ കൂടി തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ പോയതാണ് കേട്ടോ. അപ്പം ഞാനെടുത്തത് ഈ ചെറിയ അരിയാണ് കേട്ടോ. ഈ കൈമ റൈസ് എന്നാണെന്ന് തോന്നുന്നു ഇതിന് പറയുന്നത്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു. പിന്നെ ഞാൻ സാധാ ചെയ്യുന്ന തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും കൂടെ അരച്ചൊന്നെടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ചേർക്കുന്നത്. തേങ്ങ പാൽ പിഴിഞ്ഞിട്ടല്ല, അരച്ച് ചേർത്താണ് തേങ്ങാച്ചോറ് സാധാരണ ഉണ്ടാക്കാറ്. പിന്നെ ഞാൻ എണ്ണ ചൂടാക്കിയ നേരത്ത് മസാലയൊക്കെ പൊട്ടിച്ചു. കറിവേപ്പില ആദ്യം ചേർത്തിരുന്നു, പിന്നെ ഒരു ബേ ലീഫും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാനിതിലിട്ട് അരി ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒരു 15 മിനിറ്റോളം ഈ ഒരു റൈസ് വെള്ളത്തിലിട്ട് കുതിർത്തു. പിന്നെ അത് വാരി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത്, നന്നായിട്ട് റോസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ അതിലേക്ക് ചൂടുള്ള വെള്ളമാണ്, നമ്മൾ ആദ്യം തിളപ്പിച്ച് വെച്ചിരുന്ന ചൂടുള്ള വെള്ളം ചേർത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. അപ്പോൾ ഇത് ആദ്യത്തെ തെറ്റ് ഇവിടെ തന്നെ സംഭവിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മസാലയൊക്കെ മൂപ്പിച്ച എണ്ണയിലോട്ട് സവോള ഇടേണ്ടത് അത് മറന്നുപോയി. കുഞ്ഞതിൻ്റെ ഇടയ്ക്ക് വന്ന് ബഹളം വെച്ചുകൊണ്ട് അത് മറന്നുപോയി. അത് അരിയുടെ കൂടെയാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ ആദ്യത്തെ ഒരു തെറ്റ് അവിടെ സംഭവിച്ചു. അതിനുശേഷം പിന്നീട് ഞാൻ ചൂടുവെള്ളം എല്ലാം വെച്ച് ബാക്കി ഓർഡറിൽ തന്നെ ചെയ്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരുന്നു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ ഞാനിവിടെ ഒന്നെങ്കിൽ പച്ചരി അല്ലെങ്കിൽ നല്ല മട്ടേരി, അതും അല്ലെങ്കിൽ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കുത്തരി ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിനി വേറെ കറിയൊന്നും ഇല്ലെങ്കിലും പരിപ്പ് കറിയും പപ്പടവും കച്ചമ്പറും ഒക്കെ ഉണ്ടെങ്കിൽ ആ കൂടെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അരി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. കുറേ നാളായിട്ട് വേറെ ഒന്നും ചെയ്തില്ല. ചെറുതായിട്ട് അത് കേടാവാനും തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഓർത്തത് ഇനിയിപ്പോൾ ഒത്തിരി നാളായില്ലേ തേങ്ങാച്ചോറ് വെച്ചിട്ട്, അപ്പോൾ എന്നാൽ ഈ അരി കൊണ്ട് തേങ്ങാച്ചോറൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അരി കൊണ്ട് വെച്ചതാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇനി അരിയുടെ കുഴപ്പമാണോ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഒരു എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ എന്ന് അറിയത്തില്ല. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ചോറൊക്കെ അത് കറക്റ്റായിട്ട്, വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. എല്ലാം നല്ല പരുവത്തിന് കിട്ടി, ഒട്ടിപ്പിടിക്കാതെ നല്ല സൂപ്പർ ചോറൊക്കെ ആയിട്ട് കിട്ടിയിട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സാധാ മട്ടേരിയിൽ വെക്കുന്ന അത്രയും ഒരു ടേസ്റ്റ് ഈ ഒരു അരി ഉപയോഗിച്ച് വെച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. അത്രേ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല പെർഫെക്റ്റായിട്ട് ചോറ് കാണാനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അരിക്ക് അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. അതിനിപ്പോൾ ഈ അരിയുടെ കുഴപ്പമാണോ അതോ ഞാൻ ഉണ്ടാക്കിയ കുഴപ്പമാണോ എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നവർക്ക് അല്ലെങ്കിൽ തോന്നുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ മട്ടേരിക്കാണോ ഏതരിക്കാണ് വെക്കുന്നത്, അല്ലെങ്കിൽ ബസുമതി അരിക്കൊക്കെ ചിലർ വെക്കാറുണ്ട്. ഞാൻ ഇതുവരെ അതുകൊണ്ട് വെച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.